തണുത്തു മരവിച്ച തറയിൽ കൂനിക്കൂടിയിരിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ ഒരു മുഖമേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മ. വെളുപ്പിനെ ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നതാണ്. കണ്ടതൊന്നും സത്യമാവില്ലേ എന്ന് മാത്രമായിരുന്നു പ്രാർത്ഥന. പഠിക്കാൻ ഞാൻ വലിയ കേമനൊന്നുമായിരുന്നില്ല, പക്ഷേ മനസ്സു നിറയെ വാശിയായിരുന്നു. എന്നും തനിക്കായി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന അമ്മയെ പൊന്നുപോലെ നോക്കണമെന്നുള്ള ഏതൊരു സാധാരണക്കാരൻ്റെയും ആഗ്രഹങ്ങളിലൊന്ന്. അച്ഛൻ്റെയും അമ്മയുടെയും പ്രണയവിവാഹമായിരുന്നു. അതോടുകൂടി വീട്ടുകാർ കൈയൊഴിഞ്ഞു. ഒരു ആക്സിഡൻറ്റിൽ അച്ഛനങ്ങ് പോയപ്പോൾ അലമുറയിട്ട് കരഞ്ഞ അമ്മയെ ഞാൻ ഇന്നും ഓർക്കാറുണ്ട്. പേടിച്ചരണ്ട എൻ്റെ മുഖം കണ്ടിട്ടായിരിക്കണം പിന്നീടമ്മ ചിരിക്കാൻ ശ്രമിച്ചത്. എങ്കിലും ഞാൻ കാണാതെ അച്ഛനുണ്ടായിരുന്നെങ്കിലെന്ന് പദം പറഞ്ഞു കരയുന്ന അമ്മയെ ഞാൻ കാണാറുണ്ട്. ഡിഗ്രി അവസാന വർഷം പഠിക്കുമ്പോഴാണ് ഫോണിലേക്ക് ഒരു കോൾ വന്നത്. അടുത്ത വീട്ടിലെ രമചേച്ചിയായിരുന്നു. അമ്മയ്ക്ക് സുഖമില്ല, ആശുപത്രിയിലാണെന്ന് മാത്രം പറഞ്ഞു. കിട്ടിയ ബസ്സിന് ഓടിപ്പിടിച്ചു വന്നപ്പോൾ കണ്ടത് വാടിത്തളർന്ന ഒരു കുഞ്ഞു മുഖമാണ്. നിറം മങ്ങിയ മുണ്ടും നേരിയതുമായിരുന്നു വേഷം. ഉറക്കത്തിലും ആ മുഖത്ത് ഐശ്വര്യം നിറഞ്ഞു നിന്നിരുന്നു. അമ്മയുടെ 2 വൃക്കകളും തകരാറില്ല എന്നും ഉടനെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നും ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ ഭയന്നു. അമ്മയില്ലാതാവും കാലം ചിന്തിക്കുക പോലും അസാധ്യമായിരുന്നു. ജന്മം നൽകിയവൾക്ക് ജീവൻ നൽകാൻ എനിക്ക് മറുത്തൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. എന്നാൽ ഓപ്പറേഷനുള്ള ഭീമമായ തുക എന്നെ തളർത്തി. കയ്യിൽ ആകെയുള്ളത് കഴിഞ്ഞ ലീവിന് വന്നപ്പോൾ അമ്മ തന്ന 200 രൂപ നോട്ടാണ്. ഹോസ്പിറ്റലിൽ നിന്നും വിദൂരതയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ മനസ്സ് ശൂന്യമായിരുന്നു. എന്നാൽ മുന്നിൽ കണ്ട കാഴ്ചയിൽ അവൻ സ്തബ്ധനായി. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു സ്ത്രീ. അവർക്ക് തൻ്റെ അമ്മയുടെ മുഖമുണ്ടോ? ചിലപ്പോൾ തോന്നിയതാകും. ഏതോ വണ്ടി തട്ടിയിട്ട് പോയതാണ്. മരിച്ചിട്ട് കുറച്ചു സമയമായി എന്ന് തോന്നുന്നു. ശരീരം തണുത്തു തുടങ്ങിയിട്ടുണ്ട്. എന്തിനെന്നില്ലാതെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആ സ്ത്രീയുടെ കൈകൾ വിടുമ്പോൾ തൻ്റെ കയ്യിൽ തടഞ്ഞ സ്വർണവളകൾ അവൻ നോക്കി. ഒരു നിമിഷം അവൻ സ്വാർത്ഥനായി. അവൻ്റെ മനസ്സിൽ അപ്പോൾ തെളിഞ്ഞു നിന്നത് വേദനിച്ചു കരയുന്ന അമ്മയുടെ മുഖം മാത്രമാണ്. ആ അമ്മയുടെ കാൽക്കൽ വീണ് കരയുമ്പോൾ അവൻ്റെ ശരീരമാകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദൂരെ നിന്നും ഒരു വെട്ടം കണ്ടതും അവൻ ഓടിമറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും ഓടിക്കൂടിയ ജനം അവനെ പിടികൂടിയിരുന്നു. ആൾക്കൂട്ട വിചാരണയിലും മർദ്ദനത്തിലും അവൻ മൗനം പാലിച്ചു. പോലീസ് വന്നു. തനിക്ക് വേണ്ടി വാദിക്കാൻ ആരും വന്നില്ല. വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുമ്പോഴും ഉള്ളിൽ അമ്മയ്ക്കൊന്നും വരുത്തല്ലേ എന്ന് മാത്രമായിരുന്നു. എപ്പോഴോ കണ്ണുകൾ ഉറക്കം പിടിച്ചപ്പോൾ സ്വപ്നത്തിൽ ഒരു സ്ത്രീ വന്നു. അവർ തന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഓർമ്മകളിൽ അവൻ അവരുടെ മുഖം പരതി. അതെ, അന്ന് ചോരയിൽ കുളിച്ചു കിടന്ന അതേ സ്ത്രീ. ഇപ്പോൾ അവന് അവരുടെ സ്വരം കൂടുതൽ വ്യക്തമായി കേൾക്കാം. മോനെ എന്നാണ് അവർ വിളിക്കുന്നത്. ജീവിതത്തിൽ തോറ്റുപോയവളാണ് ഞാൻ. സ്നേഹിച്ചവരത്രയും എന്നെ ചതിച്ചിട്ടേയുള്ളൂ. ആരെന്നറിയില്ലെങ്കിലും ഞാൻ മരിച്ചപ്പോൾ എനിക്ക് വേണ്ടി കരഞ്ഞ ഒരേ ഒരുവനാണ് നീ. നിന്റെ അമ്മയെക്കുറിച്ചോർത്ത് ഭയപ്പെടേണ്ട, അവൾ എന്നോട് കൂടിയുണ്ട്. ഇപ്പോൾ അവൾക്ക് വേദനകളില്ല. ഞങ്ങൾ പോവുകയാണ്. നിനക്കെന്നും നന്മകൾ മാത്രം വരട്ടെ. അമ്മയെ ഓർമ്മ വരുമ്പോൾ ദൂരെ ആകാശത്തേക്ക് നോക്കിയാൽ മതി. അവിടെ നിന്നെ നോക്കിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു നക്ഷത്രത്തെ കാണാം. പെട്ടെന്ന് ആ മുഖം അപ്രത്യക്ഷമായി. ഞെട്ടിയുണർന്നപ്പോൾ മേലാകെ വിയർത്തു കുളിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടത് സ്വപ്നമാണെന്നുറപ്പിക്കാൻ അല്പസമയമെടുത്തു. എങ്കിലും എന്തോ ഉൾഭയം തന്നെ വലിഞ്ഞു മുറുക്കുന്നത് അവൻ അറിഞ്ഞു. തനിക്കൊരു വിസിറ്റർ ഉണ്ടെന്ന് പോലീസ് വന്ന് പറഞ്ഞപ്പോൾ അരുതാത്തതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നു. എന്തു പറയണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്ന രമചേച്ചിയെ നോക്കി ഞാൻ ചിരിച്ചു. വിഷാദം നിറഞ്ഞു നിന്ന ഒരു ചെറുചിരി മാത്രം എന്നിൽ അവശേഷിച്ചു.